പാർട്ടിയുമായി പി വി അൻവറിന്റെ എല്ലാ ബന്ധങ്ങളും അവസാനിച്ചുവെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു CPIM. പി വി അൻവർ നടത്തുന്ന ദുഷ്പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും തുറന്നു കാട്ടാനും പാർട്ടിയെ സ്നേഹിക്കുന്നവർ രംഗത്തിറങ്ങണമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആഹ്വാനം ചെയ്തു. പി വി അൻവർ ബൂർഷ്വാ പാർട്ടികളുടെ ചട്ടുകമായെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്ന ആളുടെ പേരിൽ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. ഗവൺമെന്റിന്റെ മേലെ ആരോപണം ഉന്നയിക്കാനൊക്കെ ജനാധിപത്യ സമൂഹത്തിന്റെ മേലെ ആർക്കും അവകാശമുണ്ട്. എന്നാൽ ഞാൻ ഈ LDFന്റെ ഭാഗമായിട്ടില്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കരിഞ്ഞുപോയ സൂര്യനാണ് എന്നും പിന്നെ ഇത് അവസാനത്തെ മുഖ്യമന്ത്രിയാണ് എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാൻ അയാൾക്ക് അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് LDFന്റെ ഭാഗമായി LDF സ്വതന്ത്രൻ എന്ന MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് അത് പറയാൻ അവകാശമുള്ളതല്ല. അതുകൊണ്ട് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ തുടർന്ന് അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും CPMന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. പി വി അൻവറിന് പാർട്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും അൻവറിന് ഇടത് പാരമ്പര്യമില്ലെന്നും MV ഗോവിന്ദൻ തുറന്നടിച്ചു. പാർട്ടിയുടെ സംഘടനാ സംവിധാനവും നയവും രീതിയും പി വി അൻവറിന് അറിയില്ല. വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയാണ് അൻവറെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിച്ചത്. അൻവറിന്റെ ഈ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും പാർട്ടി സഖാക്കളുമാകെ രംഗത്തിറങ്ങണം എന്നാണ് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ചോ അതിന്റെ സംഘടനാപരമായ രീതിയെക്കുറിച്ചോ പാർട്ടി നയങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിക്കുമെന്ന് ഉറപ്പ് നൽകിയ ശേഷമാണ് പി വി അൻവർ അച്ചടക്ക സീമകൾ ലംഘിച്ചതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. P ശശിക്കെതിരായ പരാതി പാർട്ടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം 3-ാം തീയതി തന്നെ നേരിൽ കാണാമെന്ന് പറഞ്ഞ ശേഷമാണ് പി വി അൻവർ വീണ്ടും നിലപാട് മാറ്റി പരസ്യ പ്രസ്താവനയുമായി വന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചതെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. അൻവർ നൽകിയ പരാതി പാർട്ടി ചർച്ച ചെയ്യുകയും അത് സംബന്ധിച്ചെടുത്ത തീരുമാനം പരസ്യമായി തന്നെ പത്രസമ്മേളനത്തിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുമാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം അദ്ദേഹത്തെ ഞാൻ തന്നെ വിളിച്ച് നമുക്ക് എപ്പോഴാണ് ഒന്ന് നേരിട്ട് കാണാനാവുക എന്ന് ചോദിച്ചപ്പോൾ അടുത്ത 3-ാം തീയതി അപ്പോഴാണ് കാണാനാവുക എന്ന് പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തി 3-ാം തീയതി കാണുന്നതിനു വേണ്ടിയുള്ള തീയതി നിശ്ചയിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് അച്ചടക്കത്തിന്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് വീണ്ടും ഒരു പത്രസമ്മേളനത്തിലേക്ക് അദ്ദേഹം കടന്നത്. പി വി അൻവർ അവസരവാദിയാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. മുൻപ് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ പ്രകീർത്തിച്ച അൻവർ ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. തന്നെ ചങ്ങലക്കിട്ടിരിക്കുകയാണെന്ന് അൻവറിന്റെ പരാമർശത്തിനും MV ഗോവിന്ദൻ മറുപടി നൽകി. പിന്നെ ഇവിടെ നിരവധിയായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. മുഹമ്മദ് റിയാസിനെതിരായിട്ടുള്ള ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് അയാളെ വളരെ പ്രകീർത്തിച്ച് ഫേസ്ബുക്ക് അൻവർ ഇട്ടത് ഇതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അവസരവാദപരമായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഇന്നലെയാണ് ഇനി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ല, സ്വതന്ത്ര ബ്ലോക്കായിരിക്കുമെന്നൊക്കെ പി വി അൻവർ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. പക്ഷേ ഇന്നാകുമ്പോഴേക്കും അദ്ദേഹം ആ നിലപാടൊക്കെ മയപ്പെടുത്തിയിരുന്നു. MV ഗോവിന്ദന്റെ വാർത്താസമ്മേളനത്തിൽ കടുത്ത അച്ചടക്ക ലംഘനം നടത്തിയിട്ടുണ്ട് പി വി അൻവർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇന്നലെ ഈ തരത്തിലേക്കൊക്കെ ഇനി പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല, സ്വതന്ത്രമായി ഇരിക്കുമെന്നൊക്കെ പറഞ്ഞ ഒരാളെ നമുക്ക് എന്ത് ചെയ്യാനാണ് എന്ന തരത്തിലേക്കൊരു ലഘുവായ രീതിയിലുള്ള അച്ചടക്ക ലംഘനം നടത്തിയതിന് ആ തരത്തിലേക്ക് ഇദ്ദേഹത്തെ പുറത്താക്കുന്നു, അല്ലെങ്കിൽ നടപടിയെടുക്കുന്നു, ഇനി ബന്ധമില്ല എന്ന തരത്തിലേക്ക് മയപ്പെടുത്തിയുള്ള സംസാരം. അതാണ് നമ്മൾ ഇന്നിപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് കേട്ടത്. എന്താണ് അദ്ദേഹം വ്യക്തമാക്കിയത്?
അനുജ, പി.വി. അൻവർ ഇന്നലെ ഉന്നയിച്ച ആരോപണങ്ങൾ എന്നുള്ളത് പാർട്ടിയുടെ സമീപകാല ചരിത്രത്തിൽ ഒന്നും തന്നെ ഉയർന്നു വരാത്ത തരത്തിലുള്ള പ്രതിരോധം പാർട്ടിയെ എത്തിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഉന്നതതലത്തിൽ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി പറയാൻ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ തയ്യാറായത്. ഇതിനു മുമ്പായി പലതവണ കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട്. എഴുതി തയ്യാറാക്കിയ ഒരു പ്രസ്താവനയിലൂടെയാണ് അൻവറിന് സംസ്ഥാന സെക്രട്ടറി മറുപടി നൽകിയത്. അതിൽ പ്രധാനമായത് വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി പി.വി. അൻവർ മാറി എന്ന് പറഞ്ഞു തുടങ്ങിയതിന് ഒപ്പം തന്നെ അൻവറിന്റെ കോൺഗ്രസ് ചരിത്രം അത് വിശദമായി പരാമർശിച്ചു. തുടർന്ന് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക്, പാർട്ടിക്ക്, തനിക്ക്, മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഓരോന്നിനും കൃത്യമായി എണ്ണമിട്ട് മറുപടി നൽകി വിശദീകരണം നൽകിയ ശേഷമാണ് വാർത്താ സമ്മേളനം അവസാനത്തിലേക്ക് നീങ്ങിയത്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ തുടർച്ചയായി അൻവർ നൽകിയ പരാതികൾ അത് പരിശോധിച്ചു വരികയാണ്. അത് അന്വേഷണം നടന്നു വരികയാണ്. പാർട്ടി തലത്തിലും സർക്കാർ തലത്തിലുമുള്ള അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അൻവറിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുന്ന സാഹചര്യം ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും പാർട്ടിക്ക് നൽകിയ ഉറപ്പുകൾ തുടർച്ചയായി അൻവർ ലംഘിക്കുകയും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അൻവറിനെതിരെ ആയ നടപടി എന്നുള്ളതല്ല, മറിച്ച് അൻവർ പാർട്ടി അംഗമല്ല, പാർട്ടിയുടെ സംഘടനാ രീതിയും നയവും അൻവറിന് അറിയില്ല. ഒരു ഘട്ടത്തിലും പാർട്ടിയും അംഗത്വം സ്വീകരിച്ചിട്ടില്ല. വർഗ ബഹുജന സംഘടനകളിൽ പ്രവർത്തിച്ച പാരമ്പര്യമോ അനുഭവ പരിചയമോ അൻവറിനില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയുമായി മറ്റ് ബന്ധങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അൻവറിനുമായുള്ള മറ്റ് ബന്ധങ്ങൾ പൂർണ്ണമായും പാർട്ടി അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ അൻവർ ഉന്നയിച്ച ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ പാർട്ടിയും സഖാക്കളും തയ്യാറാകണം, സജ്ജരാകണം എന്നുള്ള സന്ദേശവും കൃത്യമായി തന്നെ സംസ്ഥാന സെക്രട്ടറി നൽകിയിരിക്കുകയാണ്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് ഏത് തരത്തിലാണ് നേരിടേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഒരു ചിത്രം പാർട്ടി സഖാക്കൾക്ക് മുന്നിൽ വയ്ക്കുക എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിലൂടെ ഉദ്ദേശിച്ചത്. അത് കൃത്യമായി അദ്ദേഹം നടപ്പാക്കിയിരിക്കുന്നു. എന്നാൽ അനുജ് സൂചിപ്പിച്ച പോലെ തന്നെ അൻവറിനെ കടന്നാക്രമിക്കുന്ന ഒരു ഭാഷ അദ്ദേഹം സ്വീകരിച്ചില്ല, മറിച്ച് എഴുതി തയ്യാറാക്കിയ ഒരു പ്രസ്താവന, തുടർന്ന് അൻവറിന് ഓരോ ആരോപണത്തിനും കൃത്യമായ മറുപടികൾ, അത് മിതമായ ഭാഷയിൽ കൃത്യമായി എന്തുകൊണ്ട് അൻവറുമായുള്ള ബന്ധം പാർട്ടി അവസാനിപ്പിക്കുന്നു എന്ന് അണികളിൽ ആശയവിനിമയം നടത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വാർത്താ സമ്മേളനമാണ് സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയത്. അതെ, ഒരു ഭാഗത്ത് പ്രതിരോധിക്കാൻ പാർട്ടി പ്രവർത്തകർ ഇറങ്ങണമെന്ന് സെക്രട്ടറി ആഹ്വാനം ചെയ്യുമ്പോൾ മറുഭാഗത്ത് ജനങ്ങൾ ഉണ്ടോ തനിക്കൊപ്പം, അതനുസരിച്ചാകും പുതിയ സംഘടനയുടെ രൂപീകരണമെന്ന് പി.വി. അൻവറും വ്യക്തമാക്കുന്നു. ഏതായാലും എന്താകും ഇനി പി.വി. അൻവർ സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എന്നൊക്കെയുള്ളത് വരും നാളുകളിൽ അറിയാം.